ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ലെനോവ A7000 എന്ന് പറഞ്ഞ ഒരു ഫോണാണ്. ഇത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് റീസ്റ്റാർട്ടിങ് ഇഷ്യൂ ആയിട്ട് വന്നതാണ്. ഫസ്റ്റ് ഇതിൻ്റെ ബാറ്ററി മറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. അതങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ബാറ്ററിയൊക്കെ പക്ക നല്ല ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ പൊളിക്കുന്നതിന് മുമ്പ് വേറെ ബോർഡിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഒന്ന് സോഫ്റ്റ്വെയർ ഇത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടും ഫോണിൽ റീസ്റ്റാർട്ടിങ് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഏകദേശം 41% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 41-42% സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് SP ഫ്ലാഷ് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഫ്ലാഷിംഗ് ടൂൾസാണ്, ഫ്ലാഷിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് മീഡിയാടെക്കിൻ്റെ ഇത് ലെനോവ A7000 എന്ന് പറയുന്ന മീഡിയാടെക് ചിപ്സെറ്റിലുള്ള ഒരു ഫോണാണ്. ഇവിടെ കാണാൻ സാധിക്കും MT6752 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഈ ഒരു ഇതാണ് ലെനോവ. ഈ ഫോണാണ് ഇപ്പോൾ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ലെനോവ A7000. ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ്. മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റുള്ള ഏതൊരു ഫോണും നമുക്ക് മിക്ക ഫോണുകളും നമുക്ക് SP ഫ്ലാഷ് ടൂൾസ് ഉപയോഗിച്ചു ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ SP ഫ്ലാഷ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഡിയാടെക് ചിപ്സെറ്റൊക്കെ നമുക്ക് SP ഫ്ലാഷ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാം. സാംസങ് ഫോണെങ്കിൽ ഓഡിൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഷവോമിയുടെയൊക്കെ ആണെങ്കിൽ ഷവോമിയുടെ ഒരുപാട് ഷവോമി MI ഫ്ലാഷിംഗ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓരോ ഫോണിനും അതിൻ്റേതായ ഫ്ലാഷിംഗ് ടൂൾസുകളുണ്ട്. അത്തരം ഫ്ലാഷിംഗ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. 64% ആയതേ ഉള്ളൂ. ഇത് ഫ്ലാഷിംഗ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഓക്കെ, ഫ്ലാഷിംഗ് സക്സസ് എന്നൊക്കെ പറഞ്ഞാൽ സക്സസ് ആണെങ്കിൽ സക്സസ് എന്ന് വരും. ഇല്ലെന്നെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ ഇത് ഫെയിലാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഓക്കെ, ഒരു ടിക്ക് മാർക്ക് വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡൗൺലോഡ് സക്സസ് ആയിട്ടുണ്ട്, ഫ്ലാഷിംഗ് സക്സസ് ആയിട്ടുണ്ട്, യാതൊരുവിധ എററും ഇല്ല എന്നുള്ളതാണ്. എറർ വല്ലതും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചുവപ്പിൽ ഇൻറ്റു മാർക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഫ്ലാഷിംഗ് എറർ സംഭവിച്ചിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാഷിംഗ് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇത് നോക്കിയിട്ട് വേറെ റീസ്റ്റാർട്ടിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഫോണും റീബൂട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം.